ഈ തണുപ്പത്ത് ചൂടോടെ ചായ കുടിക്കുമ്പോൾ ഒരു സുഖം വേറെ എവിടെ നിന്നും കിട്ടില്ല. 12 മണിക്കുള്ളിൽ 1 ലിറ്റർ വെള്ളം കംപ്ലീറ്റ് ചെയ്യണം. ആപ്പിളോ റോബസ്റ്റ ബനാനയോ ഏത് വേണമെങ്കിലും. സോ ഇതാണ് നമ്മുടെ ലഞ്ച്. ഹായ്, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മൾ നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ 1 ആണ്. അപ്പോ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. കാണാത്തവര് കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അത് കണ്ടാലേ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന വിൻഡോ 14:10 എന്നുള്ള റേഷ്യോയിലാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച് 16:8 ചെയ്യാന്നാണ്. പക്ഷെ കുറെ നാളായിട്ട് ചെയ്യാത്തതുകൊണ്ട് തുടക്കത്തിലേ അതിലേക്ക് ചാടണ്ടെന്ന് വിചാരിച്ചു. 14:10 എന്നുള്ള റേഷ്യോയിലാണ് ചെയ്യുന്നത്. 14 hours ഫാസ്റ്റിങ്ങും 10 hours ഈറ്റിംഗ് വിൻഡോ ആയിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. അതിന് മുമ്പായിട്ട് ഞാൻ ഇതില് എനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു കുപ്പിയിലാണ് വെള്ളം എടുക്കുന്നത്. സോ ഇതിലൊരു 1/2 കുപ്പി വെള്ളം രാവിലെ എണീറ്റ ഉടനെ കുടിക്കേണ്ടതാണ്. ഇതിൽ ഞാൻ ഒരു 1/2 കുപ്പി വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാനുള്ള മടി കൊണ്ടാണ്. ഓക്കെ, ഒരു 1/2 കുപ്പി വെള്ളം ഞാൻ അതിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. സോ ആദ്യം ഞാൻ അത് കുടിക്കട്ടെ. ഇത് കുടിച്ച് ഒരു 1/2 മണിക്കൂറിന് ശേഷം ചായ കുടിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്തൊക്കെ ഒഴിവാക്കില്ല എന്നുള്ളതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ. കാണാത്തവർ ഡെഫിനറ്റ്ലി കണ്ടു നോക്കുക. ഒരു 10 മിനിറ്റ് ഇരുന്ന് കാണേണ്ട വീഡിയോ ആണ്, സംസാരിക്കുന്ന വീഡിയോ ആണ്. കുറച്ച് ബോറടിക്കും, എനിക്ക് അറിയാം. ബട്ട് സ്റ്റിൽ നിങ്ങൾ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് കേട്ടിട്ട് വന്നിട്ട് ഈ ഒരു വെയിറ്റ് ലോസിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഓക്കെ, സോ ഞാൻ ഈ വെള്ളം കുടിക്കട്ടെ. ആദ്യമായിട്ടാണ് ഈ രാവിലെ എണീറ്റ് ഉടനെ വെള്ളം കുടിക്കാനുള്ള ഒരു ശീലം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ 1/2 കുപ്പിയൊന്നും എടുത്ത് കുടിക്കരുത്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ കുറെ നാൾക്ക് ശേഷമാണെങ്കിൽ പോലും എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം കുടിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഗ്ലാസ് വെള്ളം സിപ്പ് ബൈ സിപ്പായിട്ട് മെല്ലെ മെല്ലെ കുടിക്കുക. കാരണം എണീറ്റ് ഉടനെ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു പണിയാണ്. സോ നിങ്ങൾ മെല്ലെ മെല്ലെ കുടിക്കാനായിട്ട് ശ്രമിക്കുക. സെക്കൻഡ് ഡേ മുതൽ നമ്മൾ ഓരോ ഡീടോക്സ് ഡ്രിങ്കോ അല്ലെങ്കിൽ അങ്ങനെ മോർണിംഗ് ഡ്രിങ്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇന്ന് നോർമൽ വെള്ളം കേട്ടോ കുടിക്കുന്നത്. സോ ഞാൻ 1/2 കുപ്പി വെള്ളം കുടിച്ചു കേട്ടോ. ഓക്കെ, ടാസ്ക് ആണ്, എന്നാലും എങ്ങനെയെങ്കിലും കുടിക്കുക. 1/2 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ചായ എടുത്തിട്ടുണ്ട്. സോ അതിനുള്ളിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. നോർമലി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിച്ചിട്ടാട്ടോ ഞാൻ ചെയ്യാറുള്ളത് ഡയറ്റൊക്കെ. അല്ലാണ്ട് ഞാൻ അതിനായിട്ട് നല്ല സ്പെഷ്യൽ ആയൊന്നും ചെയ്യാറില്ല. ലൈക്ക് ഓട്സ് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എല്ലാവരുടെ ഡയറ്റിലും ആദ്യം ഡയറ്റിംഗ് വെയിറ്റ് ലോസ് വെയിറ്റ് ലോസ് ഡയറ്റ് കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോ ആദ്യം വരുന്ന സംഗതി ഓട്സ്. പക്ഷെ ഞാന് എന്താ പറയില്ല, എനിക്ക് ഓട്സ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഓട്സിലോട്ട് വലുതായിട്ട് അങ്ങോട്ടൊരു ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. ഈ തണുപ്പത്ത് ചൂടോടെ ചായ കുടിക്കുമ്പോൾ ഒരു സുഖം വേറെ എവിടെ നിന്നും കിട്ടില്ല. ചായയോ? ഇതാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുക്കണത്. ഇത് സോയ കറിയാണ്. സോയ കറിയും 2 ഗോതമ്പ് ദോശ കേട്ടോ. യൂഷ്വലി ഞാൻ ഒരു 4 ഗോതമ്പ് ദോശ വരെയൊക്കെ കഴിക്കും കേട്ടോ. സോ അതുകൊണ്ടാണ് ഞാൻ അതിനെ ഹാഫ് ആക്കി ഒരു മോഡറേഷനിൽ 2 എണ്ണം ആക്കിയത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവനും ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടിരിക്കുകയാണ്. വെള്ളത്തിന്റെ ഒരു അപ്ഡേറ്റ് പറയാന്ന് വിചാരിച്ചു. ഇത് 1/2 ലിറ്ററിന്റെ കുപ്പിയാണ് കേട്ടോ. 12 മണിക്കുള്ളിൽ 1 ലിറ്റർ വെള്ളം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ടാർഗറ്റ്. ഓക്കെ, അപ്പൊ ഇതിൽ ഓൾറെഡി ഞാൻ 1 കുപ്പി കുടിച്ചു കഴിഞ്ഞ് രണ്ടാമത് റീഫിൽ ചെയ്തതാണ് കേട്ടത്. പിന്നെ വേറൊരു കാര്യം, രാവിലെ വെറും വയറ്റിൽ കുടിച്ചത് ഇതിൽ കണക്കാക്കണ്ട. ആ ഒരു 1/4 ലിറ്റർ അല്ലാണ്ട് 1 ലിറ്റർ വെള്ളം 12 മണിക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ കുടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 15 മിനിറ്റ്സ് മുമ്പായിട്ട് കുറച്ച് വെള്ളം കുടിക്കുക. നമുക്ക് എത്രയാണോ കുടിക്കാൻ തോന്നുന്നത് അത്രയും കുടിക്കുക. അപ്പൊ ഓൾറെഡി ഒന്ന് ഫിൽ ആയിട്ടുണ്ടാവും വയറ്. അപ്പൊ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഓവർ ഈറ്റിംഗ് അത് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും.
അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് ഒരു 1/4-3 മണിക്കൂറിന് ശേഷം ഞാൻ വീണ്ടും വെള്ളം കുടിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് മീൽ ആവുമ്പോഴേക്കും വയറൊന്ന് ഫില്ലായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ഒരു പാറ്റേണിൽ വെള്ളം കുടിക്കുന്നത്. കഴിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഞാൻ വെള്ളം കുടിക്കാറില്ല. അതാണ് വെള്ളത്തിന്റെ അപ്ഡേറ്റ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മെഷർ ചെയ്ത് വെച്ച് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര ലിറ്റർ കുടിക്കണോ എന്നുള്ള ഒരു കണക്ക് നിങ്ങൾക്ക് ഉണ്ടാവും. ഞാനൊരു പകുതി ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ, മുഴുവൻ ഓറഞ്ച് ഇല്ല, പകുതി ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ആക്ച്വലി മിഡ് മോർണിംഗ് സ്നാക്ക് എന്നൊരു പതിവ് എനിക്കില്ല. എന്നാൽ ഇനിയിപ്പം ഇതൊന്നും ഇടയിൽ കഴിക്കാണ്ടിരിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും വരണ്ട എന്നുള്ളത് കൊണ്ട് മാത്രം ഇടയിലൊരു സ്നാക്ക് പോലെ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ വിശക്കുകയാണെന്നുണ്ടെങ്കിൽ ഓറഞ്ചോ ആപ്പിളോ റോബസ്റ്റ ബനാനയോ ഏത് വേണമെങ്കിലും ഒരെണ്ണം കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. സോ ഇതാണ് നമ്മുടെ ലഞ്ച്. ആക്ച്വലി ലഞ്ച് കുറച്ച് ഫ്ലോപ്പ് ആയോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം ഞാനിതിൽ വേറെ എക്സ്ട്രാ ഒന്നും എടുത്തിട്ടില്ല. ഒരു മുട്ട എടുക്കണം വിചാരിച്ചു, പക്ഷെ എടുത്തിട്ടില്ല. ഇപ്പം പെട്ടെന്ന് പുറത്തു പോകാനുള്ള ഒരു പ്ലാൻ ഇട്ടത് കൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ അതിനൊന്നും നേരമില്ല. അപ്പോൾ ഉള്ളത് വേഗം കഴിച്ചിട്ട് ഓടാം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. രസമാണ് കേട്ടോ, രസവും ചെറുപയർ ഉപ്പേരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അതിൽ വെജിറ്റബിൾസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് നല്ലോണം വെജിറ്റബിൾസ് ഉള്ള കറിയോ ഇല്ലെങ്കിൽ വെജിറ്റബിൾസ് ആയിട്ട് തന്നെ ഒരു സൈഡിൽ വെക്കുക. കുക്കുംബറോ ക്യാരറ്റോ അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ആയിട്ട് തന്നെ സൈഡിൽ വെക്കുക. ചോറ് ഞാൻ പോർഷൻ കമ്മിയായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. കുറച്ച് കൂടുതലായിട്ട് ചെറുപയർ എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ വേറെ ഒന്നും ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. ഉച്ചയ്ക്ക് ശേഷം എൻ്റെ ഡയറ്റൊക്കെ കുറച്ച് ബട്ട് സ്റ്റിൽ മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ കളറില്ല, ഞാൻ ഡ്രോപ്പ് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ റിയൽ ആയിട്ട് ഞാൻ എൻ്റെ ഇങ്ങനെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഡയറ്റൊക്കെ തെറ്റിയെന്ന് കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റും. എല്ലാവർക്കും എപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ പുറത്ത് പോകേണ്ട സാഹചര്യങ്ങൾ വന്നാലൊക്കെ ബ്രേക്ക് ആവുന്ന കാണിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്തത്. സോ എനിവേ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. ഞാൻ എന്നോട് തന്നെ പറയുന്ന കാര്യമാണ്, മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. നിങ്ങൾ എൻ്റെ കൂടെ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് സെക്ഷനിൽ പറയുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഡേ 2 കാണാം. ബൈ.